നമസ്കാരം, എല്ലാവർക്കും ചെന്താർമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കണ്ണടകൾക്ക് പകരമായിട്ട് നമ്മളിൽ പലരും ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് കോണ്ടാക്ട് ലെൻസുകൾ. എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷേ നമ്മളത് മാത്രം അറിഞ്ഞാൽ പോരാ. എന്താണ് കോണ്ടാക്ട് ലെൻസുകൾ, അതേപോലെ തന്നെ എങ്ങനെ ഒരു നല്ല കോണ്ടാക്ട് ലെൻസ് ചൂസ് ചെയ്യാം, അതേപോലെ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കോണ്ടാക്ട് ലെൻസിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അധികം ഞാൻ നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ എന്താണ് കോണ്ടാക്ട് ലെൻസുകൾ എന്ന് നമുക്ക് നോക്കാം. കണ്ണിൽ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇവയെ നമ്മൾ കോണ്ടാക്ട് ലെൻസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ സീറോ പവേർഡ് ലെൻസും പവേർഡ് ലെൻസും അവൈലബിൾ ആണ്. നമുക്കറിയാം, ഇന്ന് കണ്ണടകൾക്ക് പകരമായിട്ട് മാത്രമല്ല, ഒരു ബ്യൂട്ടി എൻഹാൻസർ എന്നുള്ള രീതിയിലും നമ്മൾ കോണ്ടാക്ട് ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ മേക്കപ്പുകൾക്കും നമ്മളുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസുകൾ വിവിധ കളറുകളിൽ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ലെൻസുകൾ പൊതുവെ സീറോ പവേർഡ് ലെൻസുകളാണ്. പവറിലും നമുക്ക് കളേർഡ് ലെൻസുകൾ അവൈലബിൾ ആണ്, പക്ഷെ എന്നാലും കൂടുതലും സീറോ പവേർഡ് ലെൻസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി പവേർഡ് ലെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് -20 വരെയുള്ള പവറുകൾ ഈ കോണ്ടാക്ട് ലെൻസിൽ അവൈലബിൾ ആണ്. കണ്ണടയുടെ ഡ്രോബാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കണ്ണട വയ്ക്കുമ്പോൾ നമ്മൾ വളരെയധികം കോൺഷ്യസ് ആണ് മറ്റൊരാൾ നമ്മളെ കാണുമ്പോൾ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൽ. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പവർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണടയുടെ ലെൻസ് വളരെയധികം തിക്കാണ്. അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ഒരാൾ കാണുമ്പോൾ അത് പലർക്കും വൃത്തികേടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് നമ്മൾ പൊതുവെ കോണ്ടാക്ട് ലെൻസുകൾ ഉപയോഗിക്കാറ്. ഇതിലൊരുപാട് പവറുകൾ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ലേസർ സർജറികൾ ഇന്ന് അവൈലബിൾ ആണ്. കണ്ണടയെ ഉപേക്ഷിക്കാൻ മറ്റൊരു വഴിയാണ് ലേസർ സർജറികൾ. പക്ഷേ ഇത്തരത്തിലുള്ള സർജറികൾക്കും ഒരു നിശ്ചിത പവറിലുള്ള കറക്ഷൻ മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള സിറ്റുവേഷനിലും നമുക്ക് ഈ കോണ്ടാക്ട് ലെൻസുകൾ വളരെയധികം ഉപകാരപ്രദമാകുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം കോണ്ടാക്ട് ലെൻസുകളുടെ നല്ല വശങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, സ്ഥിരമായിട്ട് ഈ കോണ്ടാക്ട് ലെൻസുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് വല്ല ദോഷവശങ്ങളുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ നമ്മൾ കോണ്ടാക്ട് ലെൻസുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റ് ദോഷങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്നാൽ നമ്മളത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസ് പോലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി ദോഷമായിട്ട് പറയാനുള്ളൂ. മറ്റ് രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ കോണ്ടാക്ട് ലെൻസുകൾ വളരെയധികം ഒരു അനുഗ്രഹീതമായിട്ടുള്ളൊരു പ്രോഡക്റ്റായിട്ടാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഈ കോണ്ടാക്ട് ലെൻസുകളിൽ തന്നെ ഹാർഡ് ലെൻസ്, സോഫ്റ്റ് ലെൻസ്, ടോറിക് ലെൻസ്, അങ്ങനെ പലതരത്തിലുള്ള ലെൻസുകൾ അവൈലബിൾ ആണ്. ഇവയെല്ലാം നമ്മുടെ കണ്ണിൻ്റെ ഒരു ഷേപ്പ്, അതേപോലെ തന്നെ നമ്മളുടെ ആവശ്യകത, കംപ്ലൈൻറ്റിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്ന ലെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫെറിക്കൽ ലെൻസുകളാണ്. നമുക്ക് സിലിണ്ട്രിക്കൽ പവേഴ്സ് ഉള്ളവർ ഇതെങ്ങനെ ഉപയോഗിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2.5 വരെയുള്ള പവറുകൾ നമുക്ക് ഈ സ്ഫെറിക്കൽ ലെൻസിൽ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് മുകളിലുള്ള പവറുകളിലൊക്കെ നമ്മൾ ടോറിക് ലെൻസുകളാണ് ഉപയോഗിക്കുക. നമ്മൾ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർ വളരെയധികം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കോണ്ടാക്ട് ലെൻസുകൾ ഒരിക്കലും 8 മണിക്കൂറിനപ്പുറം ഉപയോഗിക്കുന്നത് അഡ്വൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്റ്റെൻഡഡ് യൂസുകൾ കുറയ്ക്കുക. 8 മണിക്കൂറിന് ശേഷം ഈ കോണ്ടാക്ട് ലെൻസുകളെ പ്രോപ്പറായിട്ട് അതിൻ്റെ കേസിൽ സൂക്ഷിക്കുക. മാക്സിമം ഒരു 12 മണിക്കൂർ വരെയൊക്കെയാണ് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സമയം എന്ന് പറയുന്നത്. അതേപോലെ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കോണ്ടാക്ട് ലെൻസ് ഇട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുമോ, കണ്ണടയ്ക്കാൻ പറ്റുമോ, ഒരു ഉച്ചമയക്കത്തിൻ്റെ സമയത്തൊക്കെ ഈ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്.
മാക്സിമം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ കോണ്ടാക്ട് ലെൻസുകൾ ഉപയോഗിക്കുന്നത് അഡ്വൈസബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ തിരിയുക മറിയുക അതേപോലെ തന്നെ കണ്ണിൻ്റെ മുകളിലിട്ട് ഉരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കോണ്ടാക്ട് ലെൻസുകൾ ഡിസ്ലൊക്കേറ്റ് ആവാനും അത് കണ്ണിൻ്റെ മുകളിലേക്ക് കയറിപ്പോവാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് കോണ്ടാക്ട് ലെൻസ് ഇട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ സെൽസുകളും ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ കിട്ടാതെ വരുന്നു. അത് പിന്നീട് കണ്ണിന് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ മയങ്ങുകയാണെങ്കിൽ പോലും ഈ കോണ്ടാക്ട് ലെൻസ് റിമൂവ് ചെയ്തിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. രാത്രിയാണെന്നുണ്ടെങ്കിൽ സ്ട്രിക്ട്ലി നമ്മൾ അത് ഊരി വെച്ചതിന് ശേഷം മാത്രം ഉറങ്ങുക. അതേപോലെ തന്നെ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർക്ക് കൂടുതലായിട്ടും സംശയം വരുന്ന ഒരു ഏരിയയാണ് എന്താണ് ഈ ഡെയിലി ഡിസ്പോസിബിൾ കോണ്ടാക്ട് ലെൻസുകളും അതേപോലെ തന്നെ മന്ത്ലി ഡിസ്പോസിബിൾ കോണ്ടാക്ട് ലെൻസുകളും തമ്മിലുള്ളൊരു വ്യത്യാസം എന്നുള്ളത്. നമ്മുടെ ഈ ഡെയിലി ഡിസ്പോസിബിൾ കോണ്ടാക്ട് ലെൻസുകൾ സ്ട്രിക്ട്ലി വൺ ടൈം യൂസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തവണ അത് പൊട്ടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും അതിനെ ഡിസ്പോസ് ചെയ്തിരിക്കണം. അത് പിന്നീട് ഉപയോഗിക്കുന്നത് കണ്ണിന് ഇൻഫെക്ഷൻസും അതേപോലെ തന്നെ വളരെയധികം ദോഷപരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇനി അങ്ങനെ നമുക്ക് ഒരു തവണയിലധികം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് മന്ത്ലി ഡിസ്പോസിബിൾ കോണ്ടാക്ട് ലെൻസുകൾ. അത് നമുക്ക് 3 month പാക്ക്, 6 month പാക്ക് അതേപോലെ തന്നെ 1 year വരെ ഉപയോഗിക്കാനുള്ള പാക്കുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇനി നമ്മൾ കോണ്ടാക്ട് ലെൻസുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അതിൽ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ടും കൈകൾ വളരെയധികം വൃത്തിയാക്കിയിട്ടുണ്ടായിരിക്കണം. എയ്തർ നമ്മൾ കൈ സാനിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. അതേപോലെ നമ്മൾ ഈ കോണ്ടാക്ട് ലെൻസ് ഇട്ട് വയ്ക്കുന്ന സൊല്യൂഷൻ നമ്മൾ അത് ക്ലീൻ ചെയ്യാനും അത് ഇട്ട് വയ്ക്കാനൊക്കെ അതിൻ്റെ സൊല്യൂഷൻസ് ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ ഒരിക്കലും മാറ്റാതിരിക്കുക. ഏത് സൊല്യൂഷനാണോ നിങ്ങൾ നിങ്ങളുടെ കോണ്ടാക്ട് ലെൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതേ സൊല്യൂഷൻ തന്നെ എപ്പോഴും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നൊരു സൊല്യൂഷൻ ഒഴിക്കുന്നു, നാളെ വേറൊരു സൊല്യൂഷൻ അതിലൊഴിക്കുന്നു, അത് വളരെയധികം ദോഷകരമാണ്. ഇനി നമ്മൾ അതിൻ്റെ പൗച്ച് അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നവരെല്ലാം ആണെങ്കിൽ നമ്മുടെ ആ കേസിനും ഒരുപാട് ഡേർട്ട് കണ്ടൻസൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ലെൻസുകൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മളെല്ലാവരും കണ്ണിന് ലെൻസ് വെക്കുമ്പോൾ ഇറിറ്റേഷൻ വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. കൂടുതലായിട്ടും നമ്മളെല്ലാവരും ഈ ഒരു ബിസി ലൈഫിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാവും വന്നിട്ട് ഈ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇറിറ്റൻസ് പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ കണ്ണുമായിട്ട് ഈ ലെൻസിൻ്റെ കൂടെ പോയി കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതലും ഈ ഇറിറ്റേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റെങ്കിലും അതിനു വേണ്ടി മാറ്റി വയ്ക്കുക. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡുകളുടെ കോണ്ടാക്ട് ലെൻസുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് കോണ്ടാക്ട് ലെൻസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. എനിക്ക് പേഴ്സണലി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയൊരു ബ്രാൻഡാണ് ബോഷ് ആൻഡ് ലോംബിൻ്റെ കോണ്ടാക്ട് ലെൻസുകൾ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഈ കമ്പനിയുടെ കോണ്ടാക്ട് ലെൻസുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇവർക്ക് അവരുടെ പ്രീമിയം ക്വാളിറ്റി, പ്രീമിയം റേഞ്ചിലുള്ള കോണ്ടാക്ട് ലെൻസുകളുണ്ട്. അതേപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള കോണ്ടാക്ട് ലെൻസുകളുണ്ട്. അപ്പം ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു മോഡറേറ്റ് റേഞ്ചിലുള്ള കോണ്ടാക്ട് ലെൻസുകളാണ് ഉപയോഗിച്ച് വരുന്നത്. ഇനി പവേർഡായിട്ട് ഉള്ള ആളുകൾ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള കോണ്ടാക്ട് ലെൻസുകൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഈ ബോഷ് ആൻഡ് ലോംബിൻ്റെ തന്നെ പവേർഡ് ആയിട്ടുള്ള കളർ ലെൻസുകളുണ്ട്. അത് പല ഷെയ്ഡുകളിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു കോണ്ടാക്ട് ലെൻസിൻ്റെ
ബ്രാൻഡാണ് അക്വ ലെൻസ്. അവർ അക്വ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഞ്ചിലുള്ള ഒരുപാട് കളേർഡ് കോണ്ടാക്ട് ലെൻസുകൾ അവൈലബിൾ ആണ്. അവരുടെ സീറോ പവേർഡ് ലെൻസുകളും പല കളറിലും അവൈലബിൾ ആയിട്ടുണ്ട്. കൂടുതലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ മേക്കപ്പ് പർപ്പസിന്, നമ്മുടെ ബ്യൂട്ടി എൻഹാൻസിങ് പർപ്പസിനൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ലെൻസുകൾ, കളേർഡ് ലെൻസുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനി നമ്മളൊരു എങ്ങനെ ഒരു പ്രോപ്പർ ബ്രാൻഡിൻ്റെ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കാം എന്ന് അല്ലെങ്കിൽ വാങ്ങിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും എന്തെങ്കിലും നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ നമ്മളായിട്ട് തന്നെ ഉപയോഗിച്ച് നോക്കി നമുക്കത് ചേരുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അത് കണ്ണിന് സ്യൂട്ടാവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വാങ്ങുമായിരിക്കും എപ്പോഴും ബെറ്റർ ഓപ്ഷൻ. അല്ലാതെ ഒരാൾ സജസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ എന്നാൽ ഈ ബ്രാൻഡ് വാങ്ങി നോക്കാം അല്ലെങ്കിൽ ഈ കോണ്ടാക്ട് ലെൻസ് വാങ്ങി ഉപയോഗിച്ച് നോക്കാമെന്ന് ചിന്തിക്കാതെ നമ്മൾ പേഴ്സണലി പോയി നമുക്ക് ഏതാണോ സ്യൂട്ടാവുന്നതെന്ന് ഉപയോഗിച്ച് നോക്കി പിന്നീട് അതിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എല്ലാവരുടെ ബോഡിയും ഒരേപോലെ അല്ല റിയാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വല്ല ഇറിറ്റേഷൻ ഉണ്ടോ, നമ്മുടെ ബോഡി അതിനെ സ്വീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ തന്നെയാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കോണ്ടാക്ട് ലെൻസിനെ പറ്റി ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവർക്കും കോണ്ടാക്ട് ലെൻസിനെ പറ്റിയിട്ടുള്ളൊരു ഔട്ട്ലൈൻ കിട്ടിയെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ നമ്മൾ കോണ്ടാക്ട് ലെൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയെക്കുറിച്ച് നമ്മളധികം വിശദീകരിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പേഴ്സണലി ഉപയോഗിക്കാറ് എൻ്റെ ഫിംഗർ ടിപ്സിൽ കോണ്ടാക്ട് ലെൻസ് വെച്ചിട്ട് കണ്ണിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് മിററിൽ നോക്കിയിട്ട് എൻ്റെ കൃഷ്ണമണിയിലേക്ക് വെച്ചിട്ട് പിന്നെ കണ്ണടച്ച് തുറക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഇരുന്നിട്ടുണ്ടാവും. ഇതുപോലെ മാത്രമല്ല, നമുക്ക് പല രീതികളിൽ കോണ്ടാക്ട് ലെൻസ് നമ്മുടെ കണ്ണിൽ വെക്കാൻ പറ്റും. ചിലർ ഫോർസെപ്സ് വെച്ചിട്ട് അതിൻ്റെ ടൂൾസ് ഉണ്ടായിരിക്കും. നമ്മളുടെ കോണ്ടാക്ട് ലെൻസ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബോക്സിൻ്റെ ഉള്ളത് വെക്കാനുള്ള ടൂൾസും അവൈലബിൾ ആയിട്ടുണ്ട്. ചിലർ അങ്ങനെ വെക്കാറുണ്ട്. ചിലർ കണ്ണിൻ്റെ ഈ സൈഡിലായിട്ട് വെക്കാറുണ്ട്, ഇന്നർ കോർണറിൽ വെക്കാറുണ്ട്. അങ്ങനെ പല കംഫർട്ട് രീതികളിൽ പലരും പല രീതിയിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു കംഫർട്ട് ഏതാണ് എന്ന് നോക്കിയിട്ട് നമ്മൾ ശരിയായ രീതി ചൂസ് ചെയ്യാണ് നല്ലത്. അതുകൊണ്ടാണ് അതിനെ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമുക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഇന്ന് അവൈലബിൾ ആണ് എങ്ങനെ ഈ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഡീറ്റെയിലിംഗ് അതിനെപ്പറ്റി കൊടുക്കാത്തത്. മറ്റ് രീതിയിലുള്ള എല്ലാ ഡൗട്ടുകളും ഓൾമോസ്റ്റ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇതേപോലെ ഉള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിനെ പറ്റി വീഡിയോ ചെയ്യണം എന്നുള്ളത് ഞങ്ങളെ കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയൊക്കെ അറിയിക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.